എല്ലാവർക്കും ഡെയിലി 10 പാർട്ട് 12ലേക്ക് സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, രസധ്വനി സിദ്ധാന്തത്തിന്റെ ഗീതം എന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ധ്വന്യാലോകം. ഉത്തര രാമചരിതത്തിന് കേരളീയനായ നാരായണൻ രചിച്ച വ്യാഖ്യാനമേത്? ഭാവാർത്ഥ ദീപിക. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച അപൂർണ മഹാകാവ്യം ഏതാണെന്നറിയോ? കേരളം. 5 സർഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിലെ 5ാം സർഗത്തിലെ പ്രതിപാദ്യം എന്താണ്? മാമാങ്കകാലത്തെ മത്സരവും ശ്രീശങ്കര ചരിതവും കൊല്ലവർഷാരംഭത്തിന്റെ കഥയുമാണ് 5ാം സർഗത്തിലെ പ്രതിപാദ്യം. കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റെ പാണ്ഡവോദയം മഹാകാവ്യത്തിന് ആരാണ് അവതാരിക എഴുതിയത്? AR രാജരാജവർമ്മ. ഗദ്യവും വിമർശനവും തമ്മിലുള്ള ഗാഢബന്ധത്തെ ഗദ്യാവിനാഭാവിത്വം എന്ന് പറഞ്ഞത് ആരാണ്? സുകുമാർ അഴീക്കോട്. മേഘസന്ദേശത്തിന് വിദ്യുല്ലത എന്ന വ്യാഖ്യാനം രചിച്ചത് പൂർണ സരസ്വതി. ഈ വിദ്യുല്ലത പ്രകാശനം ചെയ്തവർ ആരാണെന്നറിയോ? കൃഷ്ണനാചാരിയും ഉള്ളൂരും. കൊച്ചി രാമവർമ്മ രാജാവും K രാമപിഷാരടിയും ചേർന്ന് രചിച്ച അഭിജ്ഞാന ശാകുന്തളത്തിന്റെ വ്യാഖ്യാനത്തിന്റെ പേരെന്താണ്? സാരാർത്ഥ ദീപിക. അങ്ങനെയെങ്കിൽ നീതി ശതകത്തിന് വ്യാഖ്യാനം തയ്യാറാക്കിയത് ആരാണെന്ന് പറയൂ? PK നാരായണ പിള്ള. പദ്യത്തിന്റെ വസന്തോത്സവം എന്ന് വാഴ്ത്തപ്പെട്ട പ്രസ്ഥാനം വെൺമണി പ്രസ്ഥാനം. നിരൂപണത്തെ ധ്വംസകം പോഷകം എന്നിങ്ങനെ വിഭജിച്ചത് ആരാണ്? വടക്കങ്കൂർ. താരതമ്യ വിമർശന രീതിയെക്കുറിച്ച് കേരളവർമ്മ തുറന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് ഏത് സമ്മേളനത്തിലാണ്? 1086 വൈക്കം ഭാഷാപോഷിണി സമ്മേളനത്തിൽ. ഗോവിന്ദപിള്ളയുടെ ഭാഷാചരിത്രം അപൂർണവും അബദ്ധ സമ്മിശ്രവുമാണെന്ന് അഭിപ്രായപ്പെട്ടത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. തിരുവിതാംകൂർ രാജവംശ ചരിത്രം പ്രതിപാദിക്കുന്ന പന്തളം കേരളവർമ്മയുടെ മഹാകാവ്യം വഞ്ചീശവംശം. മാഹമ്മദം മഹാകാവ്യത്തിന്റെ കർത്താവ് പൊൻകുന്നം സെയ്ദ് മുഹമ്മദ്. കാളിദാസന്റെ രഘുവംശത്തിന് ഭാഷാ രഘുവംശം എന്ന തർജ്ജമ തയ്യാറാക്കിയതാരാണ്? കുണ്ടൂർ നാരായണ മേനോൻ. അപ്പോൾ ചോദ്യങ്ങൾ കേട്ടുപഠിക്കുക, സാവധാനം എഴുതി വയ്ക്കുക. ശക്തമായ ചോദ്യങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി.